അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കളർ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് കാണുന്ന ഓപ്ഷനുകളിലെ നമ്മൾ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ റേഷ്യോസ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്ന റേഷ്യോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴെയായിട്ടുള്ള ഓപ്ഷനുകളിൽ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിലെ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിരിക്കും, നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മളിവിടെ താഴെ കാണുന്ന ഓപ്ഷനുകളിൽ കട്ടൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്കിവിടെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ ഇങ്ങനെ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സൂം ചെയ്തിട്ട് എവിടെയെങ്കിലും ആ കളർ വീഴാനുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെ നമുക്ക് ഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇപ്പോൾ ഈ ഉടുപ്പിൻ്റെ ഒരു ഭാഗമാണ് കാണാൻ ഇല്ലാത്തത്, അവിടെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം എവിടെയൊക്കെയാണോ അങ്ങനെ ഇല്ലാത്തത് അവിടെയെല്ലാം നമ്മൾ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമുക്ക് ഈ റെഡ് കളർ വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ നമുക്ക് എറേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്ന എവിടെയാണോ അവിടെ നമ്മൾ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എറേസ് ആയി പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഫോട്ടോയുടെ എല്ലാ ഭാഗവും ഒന്ന് നോക്കിയതിന് ശേഷം എറേസ് ചെയ്യുക. എറേസ് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ആ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു ഫിംഗറിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ആ റെഡ് കളർ കയറിയിരിക്കുന്നത്, അതൊക്കെ നമ്മൾ മായ്ച്ച് കളഞ്ഞതിന് ശേഷം ഈ റൈറ്റ് സൈഡിലെ മുകളിൽ കാണുന്ന ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഫോട്ടോ നമ്മൾ സൂം ചെയ്ത് നമ്മുടെ ഏത് വലുപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വലുപ്പത്തിലേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ താഴെയുള്ള ഓപ്ഷനിൽ നമുക്ക് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള സെർച്ച് ബാറിലായിട്ട് നമ്മൾ ക്രാക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ക്രാക്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ താഴെ കാണുന്ന ആ ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ ക്രാക്കിൻ്റെ കുറേ ഡിസൈനുകൾ വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഫോട്ടോയിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അത് ഏത് പൊസിഷനിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മുകളിൽ നമുക്ക് എറേസിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ കാണുന്ന എറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ഒന്ന് വലിച്ചു വെച്ചിട്ട് അതിൽ ആ മുടിയിലോട്ടൊക്കെ ആ ക്രാക്ക് ഇറങ്ങിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ നമ്മൾ മായ്ച്ചു കൊടുക്കുക. അങ്ങനെ ആ ഫോട്ടോയുടെ എവിടെയൊക്കെയാണോ മുടിയിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അവിടെയെല്ലാം നമ്മൾ മായ്ച്ചു കൊടുത്തിട്ട്
നമുക്കിവിടെ താഴെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അതിൻ്റെ ആ ഒരു ലെവൽ നമ്മൾ കുറച്ച് കൊടുക്കുക. നമുക്ക് എത്രയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്കത് കുറയ്ക്കാം. കുറച്ചതിന് ശേഷം നമ്മൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുത്തിട്ട് താഴെ നമുക്ക് ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വരുന്ന ഡിസ്പെർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ മുടിയുടെ ഭാഗത്തുനിന്ന് വരച്ച് കൊടുക്കുകയാണ്. വെറുതെ കൈകൊണ്ടൊന്ന് വരച്ചാൽ മതി. ആ ഒരു എഫക്റ്റ് എവിടെയൊക്കെ വേണോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വരച്ച് കൊടുത്ത് സൈഡിൽ. പിന്നെ നമ്മൾ ഈ ഒരു ഫിംഗറിലൊക്കെ ഒന്ന് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. അത് പെർഫെക്റ്റായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ മുകളിലുള്ള ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ താഴെയുള്ള ആ ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ ഒരു എഫക്റ്റിൻ്റെ പൊസിഷൻ മാറ്റാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഏത് പൊസിഷനിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്കത് ആ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതനുസരിച്ച് അത് അതിൻ്റെ ഒരു പൊസിഷൻ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. മുകളിലുള്ള റൈറ്റ് സൈഡിലെ ടിക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് താഴെ കാണുന്ന ആ ടൂൾസ് ഞെക്കിയിട്ട് പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ തന്നെ ഞെക്കിയിട്ട് നമുക്ക് അത് കുറച്ചും കൂടെ അതിൻ്റെ എഫക്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ഇച്ചിരി കൂടെ വരച്ച് കൊടുക്കുകയാണ്. വരച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആരോ മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ മേളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് എസ് JPG എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.